ഇന്ന് ഡോക്ടർ ദിനമായിട്ട് എനിക്ക് നേഴ്സുകളെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ജൂബിലിയിൽ ആക്ച്വലി സമരം നടക്കുന്നുണ്ട്. UN-ന്റെ സമരമാണ്. മിനിമം വേതനം 40,000 രൂപയാക്കണം എന്ന് പറഞ്ഞിട്ട് സമരം നടത്തണം. അപ്പോൾ ജൂബിലിക്കാർ ഇന്നലെ പ്രസ് മീറ്റ് നടത്തി. ഏറ്റവും വലിയ ചെത്തത്തിലാണ് അവർ പ്രസ് മീറ്റിൽ പറഞ്ഞത്. കാരണം അവർ പ്രസ് മീറ്റിൽ പറഞ്ഞ് ചുരുക്കി ഞാൻ പറയാം. അവർ പ്രസ് മീറ്റിൽ പറഞ്ഞു ഗവൺമെൻറ് നിയമമില്ല, ഞങ്ങൾക്ക് 40,000 രൂപ തരാമെന്ന്. ഹൈക്കോടതി ശരിക്കും പറഞ്ഞാൽ അവർക്ക് 30,000 രൂപ കൊടുക്കണം എന്നുള്ളത് ആക്ച്വലി നിയമം കൊണ്ടുവന്നതുമാണ്. പക്ഷെ എന്നാലും ഇവർ കൊടുക്കില്ല. കാരണം എന്താണ്, ഇവർ വേഗം പോയിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. കാരണം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. ഇത് 2012 നടന്നിട്ടുണ്ട്, 2017 നടന്നിട്ടുണ്ട്, 2022 നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. 2012 മുമ്പ് മിനിമം വേതനം ശരിക്കും 5,000 രൂപ മാത്രമായിരുന്നു. UN അന്ന് ഉണ്ടായതും കൊണ്ട് മാത്രം അത് കൂട്ടിയിട്ട് 8,000 ആക്കി, പിന്നെയും കൂട്ടിയിട്ട് 15,000 ആക്കി. പക്ഷേ ഈ UN-ൽ ഇല്ലാത്ത നഴ്സുകൾക്കൊന്നും ഇപ്പോഴും ഇത് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇവർ സമരം ചെയ്തിട്ടാണ് വാങ്ങിയത്. പക്ഷേ ഈ ജൂബിലിക്കാർ പറയണത് എന്താണെന്നറിയോ, ഞങ്ങൾ ഇവർക്ക് 25,000 30,000 ശമ്പളം കൊടുക്കണം, ഞങ്ങളുടെ ഔദാര്യമാണ് എന്നുള്ളത്. അങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിനല്ല ഇവിടെ നഴ്സിന് പണിയെടുക്കുന്നത്. നിങ്ങൾ കൊള്ള വിലയല്ലേ എപ്പോഴും വാങ്ങുന്നത്. ഒരു ദിവസം അഡ്മിറ്റ് ആയ 25,000 രൂപയൊക്കെയാണ് നിങ്ങളുടെ ചാർജ് സാധാരണ ഈടാക്കാറുള്ളത്. അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്താണ് പെട്ടുപോകല്ലേ ചെയ്യുള്ളൂ. ഒരാഴ്ച ICUയിൽ കിടന്ന 3 ലക്ഷം രൂപ ബില്ല്. ഇതെന്താ, ഇത്രയുള്ള ആൾക്കാർക്ക് അവിടുത്തെ നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ആ പൈസയും കൊണ്ട് എന്താ ചെയ്യണത്? അപ്പൊ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ശ്രീജുഷ. ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് കേരളത്തിന് കിട്ടിയിരിക്കുന്ന വലിയൊരു നേട്ടത്തിനെ കുറിച്ചാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് അദാനിക്കൊപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ MSC കൈകോർക്കുന്നു. അദാനി പോർട്ടിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികളാണ് യൂറോപ്യൻ ഷിപ്പിംഗ് ഭീമനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സ്വന്തമാക്കുന്നത്. അപ്പോൾ 13,000 കോടി രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. മാതൃഭൂമിയിൽ 13,000 എന്ന് പറഞ്ഞിട്ട് വലിയ സംഖ്യയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിഴിഞ്ഞം വിസ്മയം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്തായാലും ഒരു 2 വർഷം മുമ്പ് ആക്ച്വലി ഇതിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്തായാലും ഔട്ട്സൈഡർക്ക് അവർ ഷെയർ കൊടുക്കില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർ ഷെയർ മാർക്കറ്റിലൂടെ നിങ്ങൾക്ക് അദാനി ഗ്രൂപ്പിലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വിഴിഞ്ഞത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ വേറൊരു രീതിയിൽ പോകണം. കാരണം വലിയ മന്ത്രിമാരൊക്കെയാണ് അതിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ലുലുമാളുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാൻ ഒന്ന് പിന്നെ യൂസഫ് അലിയാണ്, പിന്നെ പിണറായി വിജയൻ, പിന്നെ ഉള്ളത് മറ്റേ നിലമ്പൂർ MLA ആയ ആര്യാടൻ ഷൗക്കത്ത, അദ്ദേഹമൊക്കെയാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ വലിയ വലിയ ആൾക്കാർ മാത്രമേ ഉള്ളൂ, വെളിയിൽ ആർക്കും ഇല്ല. അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാവുക എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, ഇന്ത്യൻ തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. കേരളത്തിലേക്ക് ഒറ്റ തവണയായി എത്തുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപവും കൂടിയാണ്. മാത്രമല്ല, ഇതിൽ വേറൊരു കാര്യം പറഞ്ഞത്, വിഴിഞ്ഞം ഇതിൻ്റെ 2ാമത്തെ ഘട്ടത്തിൽ, അതായത് 2028 ഡിസംബർ പൂർത്തിയാകുന്നതോടെ നിലവിലെ 16 ലക്ഷം TEU കണ്ടെയ്നർ കാര്യശേഷി വർദ്ധിപ്പിച്ച് 57 ലക്ഷം TEU ആക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ശരിയാ. ഈ സൗത്ത് ആഫ്രിക്ക ആ ഭാഗത്തു നിന്നൊക്കെ കപ്പൽ വരാൻ ഏറ്റവും എളുപ്പം ഇന്ത്യക്കാണ്. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ കൂടുതൽ നിക്ഷേപം വരുന്നത്. അപ്പോൾ അത് കൂടിക്കൂടി വരികയുള്ളൂ. അത് ഇന്നത്തെ കാലം മുതലല്ല, 600 വർഷം മുതൽ അറബികൾ പേർഷ്യക്കാർ വന്നതും അതിനുശേഷം പോർച്ചുഗീസുകാർ വന്നതും ഒക്കെ ഗുജറാത്ത് വിഴിഞ്ഞ ഈ ഭാഗത്തിലാണ്. അന്ന് പിന്നെ കൊടുങ്ങല്ലൂരായിരുന്നു, പിന്നെ അത് മാറിയിട്ട് ഇപ്പോൾ വിഴിഞ്ഞം വന്നു. കൊടുങ്ങല്ലൂരാണ് ആദ്യത്തെ പോർട്ട് ഉണ്ടായിരുന്നത്. 600-700 വർഷം മുമ്പ് തന്നെ ഉണ്ട്. മറ്റൊരു വാർത്ത ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ശില്പം കേടുവരുത്തിയെന്ന് സംശയം. ശബരിമല ക്ഷേത്രത്തിൽ 2019 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പം കഴിഞ്ഞ വർഷം വീണ്ടും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തിയെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെന്നൈയിലെ സ്വർണം പൂശൽ സ്ഥാപനമായ സ്മാർട്ട് ക്രിയേഷന്റെ ഉടമയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഇതിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് വിലയിരുത്തൽ. അതായത് മനഃപൂർവ്വം അതിനു വേണ്ടിയിട്ട് സ്വർണത്തിന്റെ മേല് കൊള്ള നടത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കേടുവരുത്തുകയും അതിനുശേഷം അവിടുന്ന് എടുത്തു മാറ്റുകയുമാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ ഉള്ള അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. എന്തായാലും നല്ല ബുദ്ധി. പിന്നെ അടുത്തൊരു ന്യൂസാണ്, കാലം മാറുമ്പോൾ കോലം മാറുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അത് മനസ്സിലായത് എനിക്ക് ഇന്ന് രാവിലെയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ജർമ്മനീൻ്റെ ഫ്ലക്സ് ഉണ്ടായിരുന്നു, മുള്ളറിൻ്റെ ഒക്കെ വെച്ചിട്ട്. പഴയ ഫ്ലക്സ് ആണ്, പഴയ ആൾക്കാരാണ് വെച്ചിരിക്കുന്നത്, പുതിയ ആൾക്കാർ അങ്ങനെ ഇല്ല. പക്ഷെ ജർമ്മനി എന്തായാലും പ്രീക്വാർട്ടറിൽ നിന്ന് പുറത്തായപ്പോൾ ഇന്ന് അവർ ആ ജർമ്മനീൻ്റെ മാറ്റിയിട്ട് പോർച്ചുഗലിൻ്റെ ഫ്ലക്സ് വെച്ചു. പോർച്ചുഗൽ
ബാക്കി അർജന്റീനയൊക്കെ വന്നു, എന്നാലും ജർമ്മനി പുറത്തായി, നെതർലാൻഡ്സും പുറത്തായി, നോർവേ ഇന്നലെ ജയിച്ചു. അത് ഭയങ്കര അത്ര വലിയ സംഭവമായിട്ട് ആർക്കും തോന്നിയില്ല. കാരണം നോർവേ നല്ല കളിയാണ് ഇപ്പോൾ കളിക്കുന്നത്. ഐവറി കോസ്റ്റ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരൊക്കെ പ്രീ ക്വാർട്ടറിലേക്ക് എന്തായാലും കടന്നിട്ടുണ്ട്. ജർമ്മനി പുറത്തായപ്പോൾ ഒറ്റ രാത്രിയും കൊണ്ട് ഫ്ലക്സ് മാറ്റി എൻ്റെ നാട്ടിൽ. അത് ഭയങ്കര അതിശയമായിട്ട് എനിക്ക് തോന്നി. ഇന്ന് രാവിലെയാണ് പുതിയ ഫ്ലക്സ് വെച്ചതിൻ്റെ ഫോട്ടോ കൂട്ടുകാരൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തന്നത്. മറ്റൊരു വാർത്ത ജയതിലക് വിരമിച്ചു എന്നുള്ളതാണ്. അതായത് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് ഡോക്ടർ എ ജയതിലക് വിരമിച്ചു. ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റു. 2028 സെപ്റ്റംബർ അവസാനം വരെയാണ് സിൻഹയുടെ കാലാവധി ഉള്ളത്. അതായത് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് പുതിയൊരാൾ വന്നു എന്നുള്ളതാണ്. ഇനി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സ്ഥാനത്തിരിക്കുക ബിശ്വനാഥ് സിൻഹ ആയിരിക്കും എന്നുള്ള വാർത്തയാണ്. മറ്റൊരു വാർത്ത, ട്രംപിന് വൻ തിരിച്ചടി, ജന്മാവകാശ പൗരത്വം അംഗീകരിച്ച് കോടതി. US-ൽ എത്തുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന രീതി അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് സുപ്രീം കോടതിയുടെ പ്രഹരം. US-ൽ ജനിക്കുന്നവർക്ക് US പൗരത്വം അനുവദിക്കുന്ന ഭരണഘടനയുടെ 14ാം ഭേദഗതി ഉയർത്തിപ്പിടിച്ചാണ് 6-3 ഭൂരിപക്ഷത്തിന് വിധി വന്നത്. അമേരിക്കൻ പൗരത്വമോ സ്ഥിരാവകാശ അനുമതിയോ ഗ്രീൻ കാർഡോ ഇല്ലാത്തവർക്ക് ജനിക്കുന്ന കുട്ടികളുടെ US പൗരത്വം അംഗീകരിക്കരുതെന്ന് കുടിയേറ്റ ഏജൻസികളോട് നിർദ്ദേശിക്കുന്ന ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് തടഞ്ഞുള്ള ജില്ലാ ജഡ്ജ് ജോസഫ് ലെപ്ലായുടെ കഴിഞ്ഞ വർഷത്തെ വിധിയാണ് സുപ്രീം കോടതി ശരിവെച്ചത്. അതായത് അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ പൗരത്വം നൽകാൻ പാടുള്ളൂ എന്നുള്ള ട്രംപിന്റെ കുബുദ്ധിക്കാണ് ഇവിടെ ഇപ്പോൾ ഒരു തട വീണിരിക്കുന്നത്. അവിടെ ജനിക്കുന്ന കുട്ടികൾക്കും പൗരത്വം നൽകാമെന്നാണ് ഇപ്പോൾ അവിടുത്തെ കോടതി പറഞ്ഞിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അത് US-ൽ മാത്രമേ അങ്ങനെയുള്ളൂ, എല്ലാ രാജ്യത്തും അങ്ങനെയില്ല. അവിടെ ജനിക്കണ കുട്ടികൾക്ക് അവിടുത്തെ പൗരത്വം കൊടുക്കണം. അത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു കസിൻ നെതർലാൻഡ്സിലാണ്, അവർക്ക് ഇപ്പോഴും പൗരത്വം കിട്ടിയിട്ടില്ല. പക്ഷെ കുട്ടി ജനിച്ചത് അവിടെയാണ്, അതുകൊണ്ട് കുട്ടിക്ക് ജനിച്ചതും പൗരത്വം അവിടെ കിട്ടി. ചിലപ്പോൾ ഇവർക്ക് നാട്ടിൽ വരേണ്ടി വരും എന്നാണ് പറയുന്നത്, പക്ഷെ കുട്ടി അവിടെ തന്നെ സ്റ്റേ ചെയ്യണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. മറ്റൊരു വാർത്ത, സഹായം തേടിയത് 3.6 ലക്ഷം വിദ്യാർത്ഥികൾ എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 3.6 ലക്ഷം വിദ്യാർത്ഥികൾ 2024 മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് സഹായം തേടി. തെലങ്കാനയിൽ നിന്നുള്ള 1 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ സഹായം തേടിയപ്പോൾ കേരളത്തിൽ സഹായം തേടിയവർ 200ഓളമാണെന്നും വിദ്യാർത്ഥികളിലെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് നീറ്റ് എക്സാം പോലെയുള്ള പല എക്സാമുകൾ കാരണം കുട്ടികൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് അവർ മാനസികാരോഗ്യ ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകൾ അതുപോലെ തന്നെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ ബന്ധപ്പെടുന്നത്. അതിന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ, അതായത് സുപ്രീം കോടതി അവരുടെ പ്രത്യേകമായിട്ട് ഒരു സംഘത്തെ നിയമിക്കുകയും അവർ അന്വേഷിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം 3.6 ലക്ഷം വിദ്യാർത്ഥികൾ, അത് ചെറിയൊരു എമൗണ്ട് അല്ല, അത്രയും വിദ്യാർത്ഥികൾ അവരുടെ പഠിക്കാനുള്ള പ്രഷർ കാരണം, നീറ്റ് പോലുള്ള മത്സര പരീക്ഷകളാകാം അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആകാം, അത്രയും ആൾക്കാർ, ഏകദേശം 3.6 ലക്ഷം ആൾക്കാരാണ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ സ്ഥിതി ആലോചിക്കേണ്ടതാണ്. ഇത്രയ്ക്ക് പ്രഷറുള്ള ഒരു സാഹചര്യത്തിലും, പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അതായത് പരീക്ഷ പേപ്പർ ചോരല്, അപ്പോൾ അവരുടെ ആ ഒരു പ്രഷറും ഇത്തരത്തിലുള്ള അനാസ്ഥകളും തമ്മിൽ നോക്കുമ്പോൾ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ഇതൊക്കെ കാണിക്കുന്നത്. മറ്റൊരു വാർത്ത, വിവാദമടങ്ങാതെ തൂഫാൻ യോഗം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി പിന്തുണ പ്രഖ്യാപിച്ച് കെ സുധാകരൻ MP പങ്കെടുത്ത യോഗത്തിനെത്തിയ വ്യക്തി വധശ്രമ കേസിൽ അറസ്റ്റിലായതോടെ പരിപാടിയെ ചൊല്ലി വിവാദം കനത്തു. ലഹരി വിരുദ്ധ പരിപാടിയിൽ പങ്കെടുത്ത മട്ടാഞ്ചേരി ഷിബു എന്നയാൾ ബാറിൽ വെച്ച് ഒരാളെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതായത് തൂഫാൻ പോലുള്ള നമ്മുടെ നാടിന് ഒരു നല്ല കാര്യം കൊണ്ടുവരാൻ, അതായത് ലഹരികൾ എതിർക്കാൻ വേണ്ടിയിട്ട്, ലഹരി വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ കൊണ്ടുവന്നൊരു പരിപാടിയാണ് തൂഫാൻ എന്നുള്ളത്. അതിൽ അംഗമായിട്ടുള്ള ഒരാൾ തന്നെ ഒരാളെ ബാറിൽ വെച്ച്, അതാണ് മറ്റൊരു കാര്യം, ബാറിൽ വെച്ച്, അതും ലഹരിയുടെ ഭാഗമായിട്ടായിരിക്കാം, ബാറിൽ വെച്ച് ഒരാളെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയാണ്. ഇത് വളരെ വിവാദമായി
വ്യാപകമാവുകയും അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തൂഫാൻ എന്നുള്ള ആ ഒരു സംഘടന, അതായത് ഇത്രയും കാലമായിട്ട് ഒരുപാട് പേരെ പിടിച്ചു, കേരളത്തിൽ ഒരുപാട് ലഹരി മരുന്നുകളുമായി ബന്ധപ്പെട്ട് ഇത്ര കോടിയുടെ ലഹരി മരുന്നുകൾ പിടിച്ചടക്കി എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ആ ഒരു സംഘടനയിലുള്ള ഒരാൾ തന്നെ ബാറിൽ വെച്ച് ഒരാളുടെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നത്. അതുമാത്രമല്ല, തൂഫാന്റെ ഭാഗമായിട്ട് ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അയാള് തൂഫാനിലെ ഒരു ഏരിയയിലെ പ്രസിഡന്റ് ആയിരുന്നു. അതുമാത്രമല്ല, അതിന് ലഹരി വിരുദ്ധത്തിന് തൂഫാനെ പിടിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കുകയും ചെയ്തു. അയാൾ വീട്ടിലിരുന്നിട്ട് ലഹരി വിൽക്കുകയും ചെയ്തു. അപ്പൊ എന്ത് ഇൻഫർമേഷനും മൂപ്പർക്ക് ആദ്യം കിട്ടുമല്ലോ. എന്തായാലും നല്ല ബുദ്ധിയാ അവന്റെ. എന്തായാലും പിടിക്കപ്പെട്ടോ. ഇനിയിപ്പോ കിടക്ക വീട്ടിലിരുന്നിട്ട് MDMA ആണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു വാർത്ത, വാട്സപ്പ് നമ്പറിന് പകരം യൂസർ നെയിം എന്നുള്ളതാണ്. നിങ്ങളുടെ നമ്പർ സേവ് ചെയ്യാതെ ഒരു വ്യക്തിയുമായി യൂസർ നെയിം ഉപയോഗിച്ച് വാട്സപ്പിൽ ചാറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫോൺ നമ്പർ അയാൾക്ക് കാണാൻ കഴിയില്ല. അതായത് വാട്സപ്പിൽ ഉണ്ടായിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത്, അതായത് ഒരാളുടെ പേഴ്സണൽ നമ്പർ ഇപ്പോൾ നമ്പർ ലഭിച്ചാൽ അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നിരിക്കുകയാണ് വാട്സപ്പിന്റെ പുതിയൊരു ഫീച്ചർ വന്നിരിക്കുന്നത്. അതായത് നമ്പർ കിട്ടാതെ തന്നെ ഒരാളുടെ യൂസർ നെയിം ഉപയോഗിച്ച് അയാളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അയാളുടെ നമ്പർ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് കിട്ടുകയില്ല. മറ്റൊരു വാർത്ത വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ്. വൈദ്യുതി പ്രതിസന്ധി വീണ്ടും നിരക്ക് കൂട്ടുമെന്ന് ആശങ്ക. സംസ്ഥാനത്തെ ഡാമുകളിൽ വെള്ളം വളരെ കുറവ്, വൈദ്യുതി ക്ഷാമവും രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ പുറത്തുനിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ബോർഡിന് അനുമതി നൽകി. എന്നാൽ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതി നിരക്ക് വീണ്ടും കൂടുമോ എന്നാണ് ആശങ്ക. അതായത് ഇപ്പോൾ വെള്ളം കുറഞ്ഞത്, അതായത് മഴ ലഭിക്കുന്നത് കുറഞ്ഞത്, അതുപോലെ തന്നെ മഴ ലഭിക്കുന്നത് കുറഞ്ഞൊരു സാഹചര്യത്തിൽ ഡാമുകളിൽ വെള്ളവും അതിൻ്റെ നിരപ്പും വളരെ കുറവാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കറണ്ട് കട്ട് വരുമെന്നുള്ള വാർത്തകൾ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയുക, കറണ്ട് കടം അതായത് വലിയ വിലയ്ക്ക്, അതായത് ഏകദേശം യൂണിറ്റിന് 9.16 രൂപ വെച്ചാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. ഇതോടെ ചെലവ് 282.50 കോടിയായിട്ടും ഇതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന തുക കൂടും. അത് മാത്രമല്ല, ജൂലൈ മുതൽ ഡിസംബർ വരെ കൂടിയ വിലയ്ക്ക് 308.43 ലക്ഷം യൂണിറ്റ് വൈദ്യുതി വാങ്ങാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതായത് ഇനി വീണ്ടും അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പീക്ക് ടൈമിൽ ഏറ്റവും കൂടിയ രീതിയിലുള്ള വൈദ്യുതിയാണ് ഈ ഒരു സമയത്തായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ ഒരു കാരണം വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉറക്കഴിച്ചിരിക്കുന്നതും ആ സമയത്ത് ഒരുപാട് വൈദ്യുതി യൂസ് ചെയ്യപ്പെടുന്നതും ആണെന്ന് പറയുന്നുണ്ട്. ഒരു മാസം കൂടിയല്ലേ ഇനിയിപ്പോ ഉള്ളൂ, ഒന്ന് ക്ഷമിച്ചൂടെ? ഇങ്ങനെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഡാമുകളിൽ വെള്ളം കുറവായതാണ് ഇതിന് കാരണം. അത് മാത്രമല്ല, ജൂലൈ മുതൽ മഴ ലഭിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതായത് വൈദ്യുതി വാങ്ങുക, അധിക വില കൊടുത്ത് വാങ്ങുക എന്നുള്ള പദ്ധതി ഉപേക്ഷിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇന്നലെ ഇതേ പേപ്പറിലും എല്ലാവർക്കും അറിയാം മഴ കൂടിയിട്ടാണ് ഇരിക്കണെന്നുള്ളത്. 24 മണിക്കൂർ മഴ തന്നെയാണ്. മുല്ലപ്പെരിയാറിൽ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടല്ലോ, പിന്നെന്താണ്? പിന്നെ അടുത്തൊരു ന്യൂസാണ് സ്വർണ്ണ വിലയിൽ കയറ്റിറക്കം. എല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് ചൊവ്വാഴ്ച പവന് വില 80 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയിലെത്തി. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കേണ്ട വലിയ എമൗണ്ട് ഒന്നും കൂടുന്നില്ല. പക്ഷേ ഇന്നലെ 1,02,000 വരെ എത്തി. അപ്പോഴേക്കും എല്ലാവരും ശരിക്കും പറഞ്ഞാൽ പേടിക്കുക ചെയ്ത്. കാരണം കുറച്ച് മാസം മുമ്പ് 1,25,000-നും 30,000-നൊക്കെ വാങ്ങിയവർ ഇപ്പോൾ 1,04,000-ലൊക്കെ എത്തി എന്ന് പറയുമ്പോൾ GST എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ശരിക്കത്തെ സ്വർണത്തിൻ്റെ വില 80,000 രൂപയാവും. അങ്ങനെ നല്ലൊരു ഭീമമായ നഷ്ടം ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ കടയിൽ ഇത്ര വില കമ്മിയായിട്ടും കടയിൽ അവർ വാങ്ങാൻ പോകുമ്പോൾ 1,18,000 രൂപയെങ്കിലും നൽകണം. ആ ഒരു രീതിയിലൊക്കെയാണ് ബില്ല് വരുന്നത്. പണിക്കൂലിയിലെ മാറ്റത്തിനനുസരിച്ച് വിലയിലും മാറ്റം ഉണ്ടാകാറുണ്ട്. അപ്പോൾ കല്ലൊക്കെ കൂടുതലുള്ള സ്വർണ്ണമൊക്കെ എടുക്കുമ്പോൾ അതിനെന്തായാലും അതിൻ്റെ വിലയ്ക്ക് വ്യത്യാസം വരും. പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും iPhone 18 വരുന്നതിന് അതിൻ്റെ മോഡലും വീഡിയോസും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോസ് ഫേക്കാണെന്നാണ് പറയുന്നത്. അത് അവർ പൂർണ്ണമായിട്ടുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ വെളിക്ക് വിട്ടിരിക്കണം. ഒരു പർപ്പിൾ കളറാണ് ആക്ച്വലി iPhone 18 വരാൻ പോകുന്നത്. അത് ചോർന്നതാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റുന്ന പറയണത്. ശരിക്കും പറഞ്ഞാൽ കളർ മാത്രമേ മാറുള്ളൂ. വലിയ അപ്ഡേഷനൊന്നും ഐഫോണിൽ ഇപ്പോൾ കാണുന്നില്ല.
മറ്റൊരു വാർത്ത സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടതാണ്. ഭാരതത്തിന് പ്രകോപനവുമായി പാക് മന്ത്രി. അതായത് സിന്ധു നദീജല കരാർ പ്രകാരമുള്ള പാകിസ്ഥാന്റെ വിഹിതം അവകാശപ്പെടുന്നവരുടെ കൈകൾ വെട്ടിമാറ്റുമെന്ന് പാക് കാലാവസ്ഥാ വകുപ്പ് മന്ത്രി മുസാദിഖ് മാലിക്. ഭാരതം പാകിസ്ഥാന്റെ ജലവിഹിതം നിയന്ത്രിക്കുകയാണെന്ന് ആരോപിച്ചാണ് മാലിക് തങ്ങളുടെ ജലവിഹിതം തടസ്സപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ലെന്നും അതിന് ശ്രമിക്കുന്നവർക്ക് തക്കതായ മറുപടി കൊടുക്കുമെന്നും പാകിസ്ഥാനിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതായത് സിന്ധു നദി പാകിസ്ഥാനുമായിട്ട് സിന്ധു നദിയിൽ നിന്നുള്ള ഏകദേശം 40 മുതൽ 50 സിന്ധു നദിയിൽ നിന്ന് ലഭിക്കുന്ന ജലത്തിന്റെ ഒരു ഭൂരിഭാഗവും പാകിസ്ഥാനാണ് ലഭിക്കുന്നത്. അത് മാത്രമല്ല അവിടെയുള്ള ഒരുപാട് ആളുകൾ കൃഷിക്കും അതുപോലെ തന്നെ ദൈനംദിന ജീവിതത്തിനും വേണ്ടിയിട്ട് ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല പാകിസ്ഥാനിലെ 40 മുതൽ 50% വരെ ജനങ്ങൾ കൃഷിക്ക് വേണ്ടിയിട്ട് സിന്ധു നദിയിൽ നിന്നുള്ള ജലമാണ് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല ഈ അടുത്ത് ഒരു വീഡിയോയിൽ വരും വർഷങ്ങളിൽ അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കൊടുക്കുന്ന സിന്ധു നദീ ജലത്തിൻ്റെ കാര്യത്തിൽ സിന്ധു നദിയിലേക്കുള്ള ഒഴുക്കിനെ പൂർണ്ണമായി തടയുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നിരുന്നു. അതിന് റിപ്ലൈ തന്നുകൊണ്ട് അവിടെയുള്ള മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാരതം ശ്രമിക്കുന്നത് അവരെ ഐസൊലേറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു യുദ്ധത്തിന് ഒരിക്കലും അവർ മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലിയാണ് അടുത്തത് വരുന്നത്. അതായത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതായത് സിന്ധു നദീജല കരാറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയോ ചെയ്താൽ അവിടെയുള്ള ആളുകളുടെ കൈ വെട്ടി മാറ്റുമെന്നാണ് അവിടെയുള്ള അധികൃതർ പറയുന്നത്. പിന്നെ അടുത്തൊരു ന്യൂസാണ് 1.5 വർഷത്തിനിടെ കേരളത്തിലേക്ക് ഒഴുകിയത് 100 കോടി രൂപ. ലോൺ ആപ്പിലൂടെ കേരളത്തിൽ മാത്രം കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ആൾക്കാർ ലോൺ എടുത്ത് 100 കോടി രൂപ. എത്ര കോമഡി അതല്ല, 100 കോടിക്ക് കൂടുതൽ ആൾക്കാർ ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷെ 100 കോടി രൂപ തട്ടിപ്പിലൂടെയാണ് എന്ന് മാത്രം. ലോൺ ആപ്പിലൂടെ പൈസയൊന്നും വന്നിട്ടില്ല, പക്ഷെ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യണ പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ രീതിയിൽ കുറെ പൈസ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും വായിക്കാം. വിവിധ ലോൺ ആപ്പ് സംഘങ്ങൾ 1.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഒഴുക്കിയത് 100 കോടിയിലേറെ രൂപയാണ് വായ്പ എടുത്തവർ 80% കൗമാരക്കാർ 25 വയസ്സിന് താഴെയുള്ളവരാണ്. രാജ്യത്ത് 540ഓളം ലോൺ ആപ്പ് സംഘങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പേപ്പർ വർക്ക് ഇല്ലാതെ കാത്തിരിപ്പില്ലാതെ 5 മിനിറ്റിനുള്ളിൽ വായ്പ ലഭിക്കുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. വായ്പ കിട്ടാൻ എളുപ്പമാണെങ്കിലും തിരിച്ചടവ് മുടക്കിയാൽ ഉണ്ടാകുന്ന ഭയാനകരമായ ഇടപെടലുകളാണെന്ന് പോലീസ് പറയുന്നത്. ലോൺ ആപ്പ് സംഘങ്ങളുടെ ഭീഷണിയെക്കുറിച്ചും തിരിച്ചടവ് കഴിഞ്ഞിട്ട് പണം ആവശ്യപ്പെടുന്ന സംഘത്തെക്കുറിച്ചും 1 വർഷത്തിനുള്ളിൽ 55,000 പരാതികൾ സൈബർ പോലീസിന് കിട്ടി. ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അതിലിപ്പോ അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. മറ്റൊരു വാർത്ത സരള ഭട്ടിന്റെ അരുംകൊല കൊടും ഭീകരൻ യാസിൻ മാലിക്കിന് കുറ്റപത്രം. അതായത് ഏകദേശം 35 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കേസാണിത്. ജമ്മു കാശ്മീരിൽ ഭീകര പ്രവർത്തനം ശക്തമായ സമയത്ത് കാശ്മീരി പണ്ഡിറ്റ് നേഴ്സ് സരള ഭട്ടിനെ തട്ടിക്കൊണ്ടുപോയി മാനഭംഗം ചെയ്ത് കൊന്ന കേസിൽ കുറ്റപത്രം. 3.5 പതിറ്റാണ്ടിന് ശേഷം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് തലവൻ മുഹമ്മദ് യാസിൻ മാലിക്കാണ് മുഖ്യപ്രതി എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ജമ്മു കാശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ടുനിന്ന ഒരു സമയത്ത്, അതായത് 1990ന്റെ തുടക്കത്തിൽ ആ സമയത്ത് നടന്ന ഒരു കൊലപാതകം, അതായത് സരള ഭട്ട് എന്നുള്ള ഈ സ്ത്രീയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പക്ഷേ 1990 നടന്ന ഈ കൊലയ്ക്ക് ഇപ്പോഴാണ്, അതായത് ഈ 2026 ഏകദേശം 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഇയാളെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞിട്ടുള്ള ഇത് വരുന്നത്. അത് മാത്രമല്ല ഏകദേശം 106 പേജുള്ള ഒരു കുറ്റപത്രമാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്, കോടതി മുമ്പാകെ ഹാജരാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളും പറയുന്നത് അവർക്ക് വധശിക്ഷ നൽകണമെന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ വധശിക്ഷ എത്രത്തോളം ലേറ്റ് ആയിട്ടാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള നിയമ നടപടികളും എത്രത്തോളം ലേറ്റ് ആയിട്ടാണ് നടക്കുക എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സ്ത്രീക്ക് നീതി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് എന്നാണ് അവരുടെ ബാക്കിയുള്ള കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ബന്ധുക്കളും പറയുന്നത്. ഈ ജയിലിൽ പോയിട്ട് തിരിച്ചു വരുന്നവരുടെ കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി കേൾക്കുമ്പോൾ വധശിക്ഷയൊക്കെ ഏറ്റവും നല്ലതാണ് എന്ന് നമുക്ക് പേഴ്സണലി തോന്നിപ്പോവും. കാരണം ജയിലിൽ പറഞ്ഞാൽ അത്ര സുഖമുള്ള സംഭവമൊന്നുമല്ല. കാരണം എങ്ങനെ പോയാലും രാവിലെ 5 മണിക്ക് എണീക്കണം, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇല്ലേ ലൈറ്റ് ഓഫ് ചെയ്യില്ല ജയിലിൽ. അത് ഭയങ്കര ടോർച്ചറിങ് ആണ്. അത് മരണത്തെക്കാട്ടിലും വലിയ ശിക്ഷയാണ് എന്നാണ് പറയുന്നത്. പിന്നെ അത്യാവശ്യം അടിയൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കൊള്ളും.
ഇതുപോലെയുള്ളത്. അപ്പോൾ ഈ 35 വർഷം ഇയാള് ഇങ്ങനെ തല്ലു കൊണ്ടുകൊണ്ടേയിരിക്കും, എല്ലാ ദിവസവും കൊല്ലാതെ കൊല്ലും. അതുപോലെ തന്നെ ജയിലുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് ജീവപര്യന്തം തടവുകാരുടെ ശിക്ഷാ ഇളവ് തീരുമാനം സമയബന്ധിതമാക്കണം. സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന 1851 ജീവപര്യന്തം തടവുകാരിൽ ശിക്ഷാ ഇളവിന് അർഹതപ്പെട്ടവരുടെ അപേക്ഷകളിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ നടപടികൾ ഉറപ്പാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൗമൻ എസ് ജസ്റ്റിസും എന്നിവരാണ് ഈ ഒരു നടപടി ഇതാക്കിയിട്ടുള്ളത്. അതായത് ജീവപര്യന്തത്തിലുള്ള ഏകദേശം 1851 പേരാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് നല്ല നടപ്പ് അതുപോലെ തന്നെയുള്ള ബാക്കി കാര്യങ്ങളും വെച്ച് ഇവരെ ശിക്ഷയിൽ ഇളവ് വരുത്തണം. അതായത് ഇളവ് വരുത്തുകയാണെങ്കിൽ പോലും ഇത്ര ഒരു നിശ്ചിത കാലയളവിൽ ഇവർ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമായിരിക്കണം ഇവർക്ക് ഇളവ് നൽകുന്നത്. അല്ലാതെ അവർക്ക് ഇളവ് നൽകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയാണിത്. പിന്നെ അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. നടുങ്ങി ജർമ്മനി എന്ന് പറഞ്ഞാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ജർമ്മനി എന്തായാലും പ്രീ ക്വാർട്ടറിൽ ഇല്ലാണ്ട് എന്തായാലും വെളിയിൽ വന്നത്. പിന്നെ ടോപ്പ് സ്കോററായിട്ട് നിൽക്കുന്ന ലയണൽ മെസ്സിയാണ്. പിന്നെ ഇന്നലെ മെസ്സി ഫാൻസിനും അർജന്റീന ഫാൻസിനും ഒരു സന്തോഷ വാർത്തയുണ്ട്. അത്യാവശ്യം സിനിമാക്കാർക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വാർത്തയാണ്. സ്പൈഡർമാൻ്റെ ബ്രാൻഡ് ന്യൂ ഡേ എന്തായാലും ഈ മാസം അവസാനം റിലീസാവാൻ പോവുകയാണല്ലോ. അപ്പോൾ അതിൽ ഗസ്റ്റ് റോളായിട്ട് മെസ്സി ഉണ്ട്. അപ്പോൾ ഇന്നലെ അതിൻ്റെ ടീസറൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടു കാണുമെന്ന് വിചാരിക്കണം. പക്ഷെ അത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണെന്നും പറയുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ അത് പടത്തിൽ ഉൾപ്പെടുത്തിയേക്കാം എന്നും ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പടത്തിൽ ലയണൽ മെസ്സി വരുമ്പോൾ അതെന്തായാലും കുറച്ച് നല്ലൊരു സീനായിരിക്കും. ഇതിനു മുമ്പ് മണി ഹേസ്റ്റിൽ നെയ്മർ വന്നിട്ടും ഒരു ചെറിയ സീനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു കോമഡി സീനായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് പടം ഇറങ്ങുമ്പോൾ നമുക്കറിയാം. പത്രവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പത്രവാർത്തകളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.